സാറേ എന്താണിത്? എന്താ ഈ കാണിക്കണത്? ഒരു 5000 രൂപ കേട കേസല്ലേ, അത് ഞാൻ കൊണ്ടുവന്ന് കെട്ടില്ലേ? നിങ്ങൾ എന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത്തിരി ഗൗരവത്തിൽ പറയുന്നു. നിങ്ങൾ ആരെങ്കിലും ചോദിക്കും. ഇയാളാരാ? ഞാൻ ഈ വീടിന്റെ ഓണറാണ്. എന്നാ ഇവിടെ മാറിക്ക്. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ സമ്മതിക്കില്ല. എന്നെ വീട്ടിൽ ഇറങ്ങ്. ഈ ഒപ്പ് ഇയാളിട്ടാണോ ചോദിച്ചേ? ഈ ഒപ്പ് താനിട്ടാണോ? അത് ഞാനിട്ടാണ്. എടോ, തന്റെ അപേക്ഷ പ്രകാരം പഞ്ചായത്ത് നിന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ വന്നിട്ടുള്ളവരാണ് ഞങ്ങള്. ഇത് അപ്പലേറ്റ് ഓഫീസറാ. ആര്? അപ്പലേറ്റ് ഓഫീസർ. കോയ ഇവര് ജപ്തി ചെയ്യാൻ വേണ്ടി വന്നതല്ല, ഇത് പരിശോധിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ജപ്തി ചെയ്യാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. ചേട്ടാ, നിങ്ങൾ തടസ്സപ്പെടുത്താതിരുന്നാലേ ഇത് അളന്ന് ടാക്സ് പുനർനിർണയിക്കാൻ ഒക്കെ ഉള്ളൂ. ഇല്ല, ഞാൻ തടസ്സപ്പെടുത്തുന്നില്ലാന്ന്. നിങ്ങൾ നടന്നോ. പിന്നെ പുനർനിർണയിച്ചിട്ട് ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. 4500 അത് എനിക്ക് കുറച്ച് തരാനുള്ള ഇങ്ങോട്ട് കുറച്ച് തരണം. ഇത് കുറയ്ക്കണോ കൂട്ടണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ഞങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് വേണം. ഒന്ന് അളക്കാൻ അനുവദിക്കേ. നിങ്ങൾ ഇയാളുടെ കഥ പറഞ്ഞിട്ട് നടന്നു തുടങ്ങി. അല്ല, ഈ വീടിന്റെ പിറകിലേ ഇതിനോട് ചേർന്ന് വേറൊരു ബിൽഡിംഗ് കാണാനല്ലോ. അത് കോഴിക്കോടാണ് സാറേ. കോഴിക്കോടാ? എന്നിട്ട് അവിടെ കോഴിയൊന്നും കാണാനല്ലോ. അതിപ്പോ സാറുമാര് വരണ വിവരം കോഴി അറിഞ്ഞിട്ടുണ്ടാവില്ല. അതെ, ഒരാൾക്ക് ശരിക്കും താമസിക്കാൻ പറ്റിയ സൗകര്യമുള്ള വീടാ അത്. അതളക്കണം, അതളക്കും സാറേ. അത് കോഴിക്കോടാണ്. കോഴിക്കോട് എന്താ അളക്കണേ? ഇത് സുഗതൻ സാറിന്റെ വീടിനെ കാണാൻ വലിയ വീടാണുള്ളത്. ആ ബിൽഡിംഗ് അല്ലാണ്ട് തന്നെ അതിന്റെ അപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ. അത് ബിൽഡിംഗ് ഒന്നുമല്ല, അത് കുളിമുറിയാണ് സാറേ. അതിന് മേൽക്കൂരല്ലോ, അപ്പൊ അത് അളക്കേണ്ടി വരില്ല. മേൽക്കൂരില്ല, അതിന് ടാക്സ് ഇല്ല. എടോ, ഈ പെണ്ണുങ്ങൾ കുളിക്കണ റൂമല്ലേ, അതിന് മേൽക്കൂരില്ല ഞാൻ പറ്റുമോ? ഇവര് മേൽക്കൂര കെട്ടും, നമ്മൾ വരുന്നതുകൊണ്ട് കെട്ടാണ്ടിരിക്കുക. അതും നമുക്ക് അളക്കണം. എന്തൊക്കെ അങ്കാണ് സാറേ, അതൊന്നും അളക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇതിന്റെ മുകളിൽ വല്ല ബാൽക്കണി വല്ലതും ഉണ്ടാ? എന്ത് ബാൽക്കണിയാ വീടിന്റെ മുകളിലേ? വഴിയുടെ കാര്യം ചോദിച്ചേ. ഇവിടേക്കുള്ള വഴി എങ്ങനെയാ? വഴി ഇപ്പൊ സാറുമാര് വന്നില്ലേ, അതന്നെയാണ് വഴി. പിന്നെ അതിലും വരാം. അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. വഴി 1.5 മീറ്റർ കുറവാണെങ്കിൽ നിങ്ങളുടെ വീടിന് ടാക്സ് കുറയും. അപ്പൊ അതിലെ വന്നാൽ മതി. അതാണ് ഞങ്ങളുടെ വഴി. അതാണ് ഞങ്ങള് വാപ്പകാരണന്മാര് നടന്നു വന്നിരുന്ന വഴിയാണ് അത്. അല്ല, നമ്മുടെ പ്ലാനിൽ ഏത് വഴിയാന്ന് നോക്കണം സാർ. നിങ്ങളിവിടെ എന്ത് ബിസിനസ്സാ ചെയ്യണത്? ബിസിനസ്സോ? എനിക്കൊരു ബിസിനസ്സും ഇല്ല സാറേ. ബിസിനസ് ഇല്ലേ? എന്നിട്ട് ഇവിടെ കൊമേഴ്ഷ്യലാണല്ലോ കാണിക്കണ, മർച്ചന്റൽ ബിൽഡിംഗ്. എന്റെ പൊന്ന് സാറേ, ഞാൻ ഇവിടെ അങ്ങനെ ഒരു പെട്ടിക്കട ഇട്ടിരുന്നു, മോരും വെള്ള കച്ചവടത്തിന്. അങ്ങനെ ഒരു കട ഇതിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു കട ഉണ്ടെങ്കിലേ അതിന് സ്ക്വയർ മീറ്ററിന് 40 രൂപ വെച്ചിട്ട് ടാക്സ് അടയ്ക്കണം. അതുകൊണ്ടാണ് നിങ്ങളുടെ ടാക്സ് കൂടിയിരിക്കുന്നത്. അതെ, ഇപ്പൊ ആ കട ഇല്ലല്ലോ. ആ കട എവിടെ പോയി? പോയി സാറേ, ഇല്ല. അത് നാളെ ഒരു JCB പോയപ്പോ അതിന്റെ ഒരു മൂല്യം കൊണ്ടാണ് പോയി. ബാക്കിയുള്ള പിന്നെ വിറകിനെടുത്ത് കത്തിച്ചു ഞങ്ങള്. ഈ 4500 രൂപ കരം കൊടുത്തിട്ട് എനിക്കിപ്പോ അങ്ങനെ ഒരു പെട്ടിക്കട ആവശ്യമില്ല അവിടെ. അല്ല, അങ്ങനെ ഒരു പെട്ടിക്കട അവിടെ ഇല്ലെങ്കിൽ പിന്നെ ടാക്സ് കൂടില്ല. അതുള്ളത് കൊണ്ടാണ് ടാക്സ് കൂടുതലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിൽ കുറച്ച് തരാമല്ലോ. കുറച്ച് തരാം. എന്നാ പിന്നെ ആണ് കുറച്ച് തന്നാ പിന്നെ കുഴപ്പമില്ല. ഞാൻ ആദ്യം പറഞ്ഞപ്പോ ഒന്ന് പേടിച്ചു പോയി. അപ്പൊ നമുക്ക് അത് അങ്ങനെ എഴുതി ശരിയാക്കാം. എന്നാ വലിയ ഉപകാരം സാറേ. ഞാൻ നാളെ പഞ്ചായത്തിലേക്ക് വരാം. കളിയാക്കല്ലേ കേട്ടാ. എന്നാലും രക്ഷപ്പെട്ടു. ടാക്സ് കുറച്ച് കിട്ടിയല്ലോ. അതെ, എന്നാലും എന്റെ സത്യശീലായി ആ പെട്ടിക്കട കത്തിച്ചാളുണ്ടായിരുന്നില്ല. അത് കഷ്ടായി. ആര് കത്തിച്ച് കളഞ്ഞു? ഇല കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞ്. അത് ഞാൻ അവന്മാരോട് വെറുതെ തട്ടിവിട്ടതല്ലേ. എന്താ ഇതായി? വെട്ടിക്കട ഞാൻ നേരെ എടുത്തിട്ട് നമ്മുടെ ആ പാലത്തിന്റെ അങ്ങേ പുറത്ത് കൊണ്ടുപോയി വെച്ചു. അത് വേറെ പഞ്ചായത്തല്ലേ. അത് അപ്പൊ അല്ല, അപ്പൊ ആ പഞ്ചായത്തിൽ നിന്ന് ഈ നികുതി അടക്കണ്ട വന്നാല് അപ്പൊ ഞാൻ അത് എടുത്തു കൊടുത്തിട്ട് ഇവിടെ വെക്കും. വല്ലാത്ത സാധനം. അത് കോയാ, ഈ ജാതി പഞ്ചായത്തുകാരുടെ ഇടയിലൊക്കെ ജീവിച്ചു പോണെങ്കിലേ ഇങ്ങനെ ചില കുരുട്ട് ബുദ്ധികളൊക്കെ പ്രയോഗിക്കേണ്ടി വരും. അത് നേരാ.